ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ അമ്പലത്തിൽ പോകുന്നതാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. മിന്ത്രയിൽ നിന്ന് വാങ്ങിയ ഇതാണ് ഈ ഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്തല്ലോ, ഇനിയിപ്പം നമുക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പോവുകയാണ് ഗൈസ്. കഥമൊക്കെ പൂട്ടി അങ്ങനെ ഗൗരിയെ പിക്കപ്പ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ പോയത് ശിവനമ്പലത്തിലാണ്, കൊട്ടാരക്കരയിലുള്ള. ആദ്യം തന്നെ ചെരുപ്പ് എടുത്ത് സേഫായിട്ട് കൊണ്ടുവന്നിട്ട്, ഇല്ലെങ്കിൽ പിന്നെ വരുമ്പോഴത്തേന് ചെരുപ്പ് കാണത്തില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ട് കുളത്തിൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴും നാട്ടുകാരെന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിബ്ലിങ്സിനെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഗൗരിയുടെ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ കുളത്തിൽ ഇറങ്ങുന്ന ഫോട്ടോ അവളെ കൊണ്ട് ഞാൻ പറഞ്ഞിടിപ്പിച്ചു. ഇത് എത്ര ടേക്ക് പോയെന്ന് ഇത് എനിക്കും അവൾക്കും പിന്നെ ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളായിരുന്നു. ആദ്യം എടുത്ത വീഡിയോയ്ക്കകത്ത് അവൾ എൻ്റെ തലയെടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു തലയും കൂടെ എടുത്തെടുക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ തലയും ഉടലും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഞാൻ ഈ കളിയാക്കുന്നത് മതി മതി ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ്. പിന്നെ ഞങ്ങൾ കുളത്തിൽ നിന്നൊക്കെ കയറിയതിന് ശേഷം അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പോകുന്ന വീഡിയോയും കൂടെ നീ എടുത്തോ. അങ്ങനെ ഞാൻ അവളെ കൊണ്ട് കഷ്ടപ്പെട്ട് ഇടിയിപ്പിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്ന ഈ വീഡിയോ. വേറൊന്നുമില്ല ഇതിനകത്ത് വലുതായിട്ട്, ചുമ്മാ ഞാൻ നടക്കുന്ന വീഡിയോ അത്രമാത്രം. പിന്നെ ഞങ്ങൾ ആലിൻ്റെ അടുത്തിരുന്ന് കുറച്ച് നുണയും കൊതിയും പറഞ്ഞു. നുണയും കൊതിയല്ല, കുറച്ച് കാര്യകാര്യവും വിവരങ്ങളൊക്കെ. അവിടെ കുറേ ലവേഴ്സിനെ കണ്ടു, അവരുടെയൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തിരുന്ന് കുറച്ച് വീഡിയോയും കൂടെ എടുത്തിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു കുറച്ച് നേരം ഞങ്ങൾ അവിടെ ചെലവഴിച്ചതിന് ശേഷം നേരെ വന്നത് ഗണപതി അമ്പലത്തിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഗണപതി അമ്പലത്തിൻ്റെ കുറേ ഫോട്ടോയും വീഡിയോയും എടുത്തതിന് ശേഷം നേരെ അകത്ത് കയറി തൊഴുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തൊഴുതിൽ ഉണ്ണിയപ്പം ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഇരുന്ന്. അപ്പോഴത്തേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുളത്തിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ പോയി കുളത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുളത്തിൽ ഒരുപാട് മീനുണ്ടായിരുന്നു. അപ്പം ഗൗരി എന്തൊക്കെയോ പറഞ്ഞ് വരുവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അവളെ വഴക്ക് പറയുന്നു, അത് അവൾ എൻ്റെ കൂടെ വന്നിട്ട് ദൈവമേ വരണ്ടായിരുന്നു എന്നുള്ള മനോഭാവമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു, വാ നമുക്ക് കുളത്തിൽ ഇറങ്ങാം. ആദ്യം ഞാൻ ദാണ്ട് ഈ ഒരു സൈഡിലാണ് ഇറങ്ങിയത്. അവിടെ ചവിട്ടിയപ്പോഴത്തേന് എനിക്കങ്ങ് തെന്നി. പിന്നെ അവിടെ ഇഷ്ടംപോലെ പായലുണ്ടായിരുന്നു. പിന്നെ വീണ നാണക്കേടല്ലേ, നാട്ടുകാർ ചീത്ത പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തെന്നില്ലാത്ത സ്ഥലത്ത് ഇറങ്ങി. ഞാൻ പറഞ്ഞു, പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കാലിങ്ങനെ വെച്ചേക്കാം, അപ്പം മീനാണെങ്കിൽ വന്ന് കാലിൽ കൊത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ പിടിച്ച് ഞാൻ ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഞാൻ ഗൗരിയുടെ അടുത്തും പറഞ്ഞു വന്നിരിക്കുക. അങ്ങനെ ഞങ്ങൾ കുറേ നേരം എന്നല്ല, കുറച്ചധികം നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ മീനെ കൊണ്ട് കാലിലിങ്ങനെ കൊത്തിച്ച് കുറേ വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കാൻ. അത് മാത്രമല്ല നല്ലതായിട്ട് ഇക്കിളൊക്കെ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുഖത്ത് തന്നെ വെയിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടാ സൂര്യൻ എന്ന് ഞാനൊന്ന് നോക്കി, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു കണ്ടോ. ആ, സൂര്യനെ കിട്ടി. എൻ്റെ തലയുടെ മുകളിൽ തന്നെ നിൽപ്പുണ്ട് കണ്ടോ, റിഫ്ലക്ഷൻ അടിക്കുന്നത് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം എവിടാ നിന്നതെന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു കുഞ്ഞു മീനുകൾ എൻ്റെ കാലിൽ കുത്തുന്നത് കണ്ടോ. ഗൗരിയുടെയും കാലിൽ ഇങ്ങനെ കുത്തുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. വെജിറ്റേറിയൻ ആയിരുന്നു. അങ്ങനെ ഞാൻ അവൾ പൈസയൊക്കെ ഇഷ്ടം പോലെ എടുക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൾ എന്നെ കുരങ്ങി എന്ന് വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ നല്ല ചൂട് മസാല ദോശ വന്നിട്ടുണ്ടായിരുന്നു. മസാല ദോശയല്ല, നെയ് റോസ്റ്റ് ആയിരുന്നു. അങ്ങനെ സാമ്പാറും ചമ്മന്തിയും കൂടെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ ചാരുവിനും അഖിൽചേട്ടനും കൂടെ വേണ്ടിയിട്ട് പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വെയിറ്റ് ചെയ്ത് നിന്നേ. പിന്നെ ഞങ്ങൾ നേരെ പോയത് പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ചതിന് ശേഷം ഞാനും അഖിൽചേട്ടനും കൂടെ രാത്രി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊട്ടാരക്കര രാജീവ്സിലോട്ട് വന്നിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു. അപ്പോഴത്തേനും അവർ വന്ന് എന്ത് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഓർഡറൊക്കെ പറയുന്ന സമയത്തിലായിരുന്നു അഖിൽചേട്ടൻ പറഞ്ഞത്, ദാണ്ട് ഈ ഒരു മെനു കാർഡ് ഉണ്ടല്ലോ, ഈ മെനു കാർഡിൻ്റെ ഡിസൈന് എല്ലാം ചെയ്തത് അഖിൽചേട്ടനാണ്. ഇതിനകത്ത് QR കോഡ് ഉണ്ട്, ഇത് അടിച്ചു നോക്കിയാൽ മതി, ഫോണിനകത്ത് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ള മെനു ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ വരത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഞാനും അഖിൽചേട്ടനും കൂടെ അവളെ മത്സരിച്ചപ്പോൾ അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സംഗതി. പിന്നെ ഞങ്ങൾ എന്ത് കഴിക്കും എന്നുള്ള ഒരു ഡിസ്കഷനിലായി. അങ്ങനെ അൽച്ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഒരു സൂപ്പർ ഐറ്റം ഉണ്ട്, ഡ്രാഗൺ ചിക്കൻ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട്, അത് മേടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡ്രാഗൺ ചിക്കനും അപ്പവും ആയിരുന്നു ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ വർക്കുകളെല്ലാം കിടിലമാണ് കേട്ടോ. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്നാൽ പിന്നെ നീ എൻ്റെ മെനു കാർഡും കൂടെ കാണിച്ചോ. അൽച്ചേട്ടൻ അങ്ങ് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോഴത്തേന്. അപ്പോഴത്തേനും നമ്മുടെ ചൂടപ്പവും നമ്മുടെ ഡ്രാഗൺ ചിക്കനും പിന്നെ കുറച്ച് ഗ്രേവിയും ഉണ്ടായിരുന്നു. അത് ഇത്രയും കൂടെ മേടിച്ചു. ഞാൻ ഈ ഡ്രാഗൺ ചിക്കൻ ഒന്നും ഇന്ന് വരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. എന്തായാലും ടേസ്റ്റ് ഇല്ലെങ്കിൽ അഖിൽചേട്ടന് രണ്ട് വഴക്ക് പറയാനുള്ള സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ചെയ്യാനാ, അഖിൽചേട്ടന് വഴക്ക് പറയാനുള്ള ആ അവസരം പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അഖിൽചേട്ടൻ എൻ്റെ പാത്രത്തിലോട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി എടുത്തപ്പോഴത്തേനാണെങ്കിൽ അതിനകത്ത് നല്ല ചൂടുണ്ടായിരുന്നു. ഇനി എന്തായാലും എങ്ങനെങ്കിലും തിന്നാലോ എന്ന് വിചാരിച്ചപ്പോഴത്തേനോ
തിന്നാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു, "ആകെ നീ ബീഫ് ചില്ലി മാത്രം തിന്നുകൊണ്ട് നടക്കുന്നവളല്ലയോ" എന്ന് ചോദിച്ച് എന്നെ കുറേ വഴക്കും. അപ്പോൾ ഈ സംഗതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തോ. പിന്നെ ഞാനൊരു തണ്ണിമത്തൻ ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് പനിയാണ്. ഇത് ഓണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ പറയുന്നത്. ഓണത്തിന് എനിക്ക് ഭയങ്കര പനിയായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ കൊല്ലത്ത് ആശ്രാമത്ത് പോയി കറങ്ങാനൊക്കെ പോകുമായിരുന്നു. വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയതാണ്. പോയ വഴിക്ക് അയൽച്ചേട്ടൻ്റെ വാച്ച് കേടായിപ്പോയി, അച്ഛൻ കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ശരിയാക്കിയതിന് ശേഷം കൊല്ലത്ത് ആശ്രാമത്ത് ഗ്രൗണ്ടിലോട്ടെത്തി. അപ്പോഴത്തേനും ഭയങ്കര ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. തന്നെ വിചാരിച്ചു ഈ റൗണ്ടിനകത്ത് കയറണം എന്ന്. പക്ഷേ അതിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും എനിക്ക് തല ഇറങ്ങി, ഞാൻ കയറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് അയൽച്ചേട്ടനും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങ് അറ്റമായിരുന്നു ടിക്കറ്റ് എടുക്കേണ്ടത്. പോകുന്ന വഴിക്കാണെങ്കിൽ അയൽച്ചേട്ടൻ അവിടെ വെച്ച് കപ്പലണ്ടിക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയൽച്ചേട്ടൻ 10 രൂപ എടുത്ത് കപ്പലണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന്. കാര്യം ഞാൻ കഴിച്ചാൽ മോക്കൂര് വരും എനിക്ക്, അതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല, പണ്ട് തൊട്ടേ കഴിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് അയൽച്ചേട്ടൻ ടിക്കറ്റ് എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരേ ഉള്ളായിരുന്നെങ്കിലും അരമണിക്കൂറത്തെ ക്യൂ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ അകത്തോട്ട് ചെന്നപ്പോഴേ ആദ്യം കണ്ട കാഴ്ച ഇതുപോലെ മറ്റേ ഇങ്ങനെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതും പിന്നെ കുറച്ച് ചെടികളും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് എൻട്രി എന്ന് വിചാരിച്ചത് ദാണ്ട് ഈ റോബോട്ടിൻ്റെ അടുത്താണ്. ആ കുഞ്ഞുവാവ ഇരുന്ന് ടാറ്റ കാണിക്കുന്നത് കണ്ടാണ് ടാറ്റ കാണിച്ചത്. ഇതിൻ്റെ സൗണ്ട് കൊടുത്താൽ ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്, സോറി. അപ്പോൾ ഇതിങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അയൽച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, കുറേ നേരമായിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. അയൽച്ചേട്ടൻ പിന്നെയും കണ്ടിട്ടും അവിടെ അങ്ങ് നിന്നോളാൻ വയ്യായിരുന്നു. പറഞ്ഞു വാ എന്ന് വിളിച്ചിട്ട് അവസാനം പറഞ്ഞ് ഒന്നും കൂടെ കാണട്ടെടി എന്ന് പറഞ്ഞു. അങ്ങനെ കുറേശ്ശെ നേരം ഇതൊക്കെ കണ്ടതിന് ശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് പട്ടിയുടേത് കാണിക്കുവാണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു കൊച്ചാണെങ്കിൽ അതിനെ പിടിക്കാനൊക്കെ പോയി, അതിനെ അങ്ങ് ഓട്ടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ദാണ്ട് ഈ കിടന്ന് നടക്കുന്ന സാധനമുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ പുറകെ വന്ന് അഖിൽച്ചേട്ടനെ ഇടിക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തോ അവരുടെ കയ്യിൽ അതിൻ്റെ ആ കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങനെയൊന്നും ഇടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ സ്ക്രീനിൽ ഒരുപാട് റോബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. ഞങ്ങൾ പോയപ്പോഴാണെങ്കിൽ ഒരാൾ അതിനകത്ത് കിടന്ന് നീന്തുമായിരുന്നു. ഇങ്ങനെ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തതിന് ശേഷം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ 2 പെണ്ണുങ്ങളിങ്ങനെ കാലിട്ട് നീന്തുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ജീവനുള്ള 2 മനുഷ്യരാണല്ലോ അതിനകത്ത് നിൽക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇതിനകത്ത് പാട്ടിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു, വെറൈറ്റി. മുമ്പത്തെ വട്ടത്ത് തന്നെയായിരുന്നു, എന്നാലും കുറച്ചും കൂടെ വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. കുറേ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇതുകൊണ്ട് ഇല്ല കണ്ട മീൻ എന്തുവാന്ന് എനിക്ക് മനസ്സിലായത്. മീനല്ലാതെ എന്തോ ഒരു സംഭവമാണ്, എന്തോ ഒന്ന് അഖിൽച്ചേട്ടൻ പറയുന്നത് കേട്ട്. പിന്നെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഇവിടെ അഖിൽച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചിട്ടെങ്കിലും ഇട്ടേനെ അതിൻ്റെ പേരെന്താന്ന്. പിന്നെ അല്ലാണ്ട് ഇത് കണ്ടോ, ഈ മീനിൻ്റെ അകത്ത് പൂച്ചകൾ കിടക്കുന്ന 3 പൂച്ചകൾ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് വേറൊരു ലെയറും കൂടെ ഉണ്ടായിരിക്കും, അതായിരിക്കും എന്ന് തോന്നുന്നു. ആ മീനുകളൊന്നും പൂച്ചയുടെ അടുത്തോട്ടേ ചെന്നിട്ടില്ലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് കുറേ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ വെറൈറ്റി ചെരുപ്പുകളുണ്ടായിരുന്നു, ഒടുക്കലത്തെ വിലയായിരുന്നു ഗൈസ്. അതിൻ്റെ അകത്തുനിന്ന് ഒന്നും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഇങ്ങനൊരു കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. അൽച്ചേട്ടന് വേണ്ടിയിട്ട് കീ ചെയിൻ വേണമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അൽച്ചേട്ടൻ കുറേ കീ ചെയിനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽച്ചേട്ടൻ പറഞ്ഞു ഇതേ നോക്കടി, ക്ലോക്ക് പോലത്തുള്ള കീ ചെയിൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര വെയിറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, 4 എണ്ണം 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിപൊളി കപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണത്തിന് 200 250 ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വേണ്ടെന്ന്. കുറേ വെറൈറ്റി കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അൽച്ചേട്ടൻ പറഞ്ഞു എന്തിനാണ് നീ കമ്മൽ മേടിച്ച് കൂട്ടുന്നത്, ഇടത്തില്ലല്ലോ എന്ന്. ഈ വോയിസ് കാണുന്ന പാവച്ച ചേച്ചി ഇത് തന്നെ പറയുമായിരിക്കും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും തിന്നാലോ എന്ന് വിചാരിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ഒടുക്കലത്തെ വില. അപ്പോഴാണ് ദാണ്ട് ഇതുപോലത്തുള്ള ഈ ബലൂൺ പൊട്ടിക്കുന്ന സംഗതി കണ്ടിട്ടുള്ളത്. അൽച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്, കണ്ടോ ഒരെണ്ണം പൊട്ടിച്ചത്. ഇതുപോലെ അൽച്ചേട്ടൻ 2-3 എണ്ണം പൊട്ടിക്കും. എവിടെ ചെന്നാലും ഇത് കണ്ട അപ്പം പൊട്ടിക്കും അൽച്ചേട്ടൻ. പക്ഷേ ഇവിടെ എന്തോ ഒരു കളകളി ഉണ്ടായിരുന്നു. അൽച്ചേട്ടൻ കറക്റ്റ് 3 എണ്ണവും പൊട്ടിച്ചപ്പോഴത്തേനാണെങ്കിൽ അയാളാണെങ്കിൽ ഇത് മാറ്റി. അതിനകത്തിരുന്ന ഒരു പയറുണ്ടല്ലോ, കാര്യം എന്ന് വിചാരിച്ചാൽ 50 രൂപ നമ്മൾ കൊടുത്തിട്ട് തിരിച്ച് 300 രൂപ കിട്ടും 5 എണ്ണം അടിച്ചാൽ. ചേട്ടൻ 3 എണ്ണം അടിച്ച്, 4മത്തതിനകത്ത് അതിനകത്ത് ആ കുറ്റി ചാടി പോവുകയോ എന്തോ ചെയ്തു. പിന്നെ അടിച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ അവിടെയും കുറേ വെറൈറ്റി ആയിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു, കയറണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കയറിയില്ല, കാര്യം എനിക്ക് തലവേദനയുടെ അസുഖം ഉള്ളതുകൊണ്ട്, മൈഗ്രെയിനിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പറ്റത്തില്ല ഒട്ടും കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കടല മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. പിന്നെ ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് വന്നിരുന്ന് കഴിക്കുമായിരുന്നു. ഞാനും കുറേ കഴിച്ചു. പിന്നെ അൽച്ചേട്ടൻ ഓരോരോ കഥകൾ ഇങ്ങനെ പറയുമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അവിടെ നടന്ന കഥകൾ പിന്നെ കേൾക്കാം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ ടാറ്റാ.